പെട്ടെന്ന് ഇനി അതിലേക്ക് നമുക്ക് വെള്ളം ഒഴിക്കാം. കഷ്ണങ്ങൾ ഏകദേശം പാകത്തിന് നിൽക്കണം, അതായത് കഷ്ണത്തിൻ്റെ ഒപ്പം നിൽക്കണം വെള്ളം. എന്നിട്ട് നമുക്കൊരു 3 വിസിൽ, 3 4 വിസിൽ വരെ വേവിക്കാം. ഇവിടെ ഞാനൊരു 3 വിസിൽ വരെയാണ് വേവിക്കുന്നത്. വിസിൽ പോയതിന് ശേഷം നമുക്ക് തുറന്ന് നോക്കുമ്പോൾ എല്ലാം വെന്തിട്ട് വെള്ളം പാകമായിട്ടിരിക്കുന്നത് കാണാം. ഇനിയാണ് നമുക്ക് അതിൽ കൊക്കനട്ട് മിൽക്ക് പൗഡർ ചേർക്കുന്നത്. കൊക്കനട്ട് പൗഡറിൽ കുറച്ച് വെള്ളം ചേർത്തിട്ട് അത് കലക്കിയിട്ട് ഇതിലേക്ക് ഒഴിക്കാം. ചൂടുവെള്ളം അല്ലെങ്കിൽ പച്ചവെള്ളം ചേർത്ത് ഒഴിച്ചാൽ മതി. ഇവിടെ നമ്മൾ ഇസ്റ്റേൻ്റെ കൊക്കനട്ട് മിൽക്ക് പൗഡറാണ് വാങ്ങിയിട്ടുള്ളത്. അത് ഒഴിച്ച് ഒന്ന് തിളപ്പിക്കുക. തിളപ്പിച്ച് വരുമ്പോഴേക്കും നമുക്ക് വറവിന് വേണ്ടത് തയ്യാറാക്കാം. 2 ചെറിയ ഉള്ളി കഷ്ണങ്ങളാക്കി അരിഞ്ഞത്, അതിലേക്ക് ഓയിൽ ഒഴിക്കുക, കടുക് പൊട്ടിക്കുക, വറ്റൽമുളക്, കറിവേപ്പില, അതിലേക്ക് ഈ ഒണിയനും ഇട്ടിട്ട് ഒന്നിങ്ങോട്ട് ചൂടാക്കിയതിന് ശേഷം അതിലേക്ക് 1.5 ടീസ്പൂൺ ചിക്കൻ മസാലയാണ് ഉപയോഗിക്കുന്നത്. ചിക്കൻ മസാല ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കാം. അധികം കരിഞ്ഞു പോവണ്ട, ജസ്റ്റ് ഒന്ന് ചൂടാക്കിയതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഒഴിക്കാവുന്നതാണ്. അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായ കടലക്കറി റെഡിയായി. ഇനി നമുക്ക് പുട്ടാണ്. പുട്ടിന് നമ്മൾ ഉപ്പ് വെള്ളം ചേർത്തിട്ട് പൊടി കുഴച്ച് വെച്ചിട്ടുണ്ടാവും. അതിലേക്ക് നമ്മൾ കുറച്ച് നാളികേരം, പിന്നെ പുട്ടിൻ്റെ പൊടി, പിന്നെയും വീണ്ടും നാളികേരം, എന്നിട്ട് ആവി കയറ്റി വെക്കാം. അങ്ങനെ നമ്മുടെ പുട്ടും റെഡി. താങ്ക് യു ഫോർ വാച്ചിങ്.